هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والقاظمين الغيظ والعافين عن الناس والله يحب المحسنين. والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. أولئك جزاؤهم مغفرة من ربهم وجنات تجري من تحتها الأنهار خالدين فيها ونعم أجر العاملين. പ്രിയമുള്ള സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോട് പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്. ഭൂമിയുടെ ജീവിതം പ്രശ്നങ്ങൾ നിറഞ്ഞ, പ്രശ്നങ്ങളില്ലെങ്കിൽ ജീവിതമില്ല എന്നൊരു ചൊല്ലുണ്ട്. പ്രശ്നങ്ങൾ, പ്രയാസങ്ങളും പ്രതിസന്ധികളും ആവുമ്പോൾ അതിന് പ്രതിവിധി തേടിയുള്ള മനുഷ്യന്റെ ചിന്തയും അധ്വാനവുമാണ് യഥാർത്ഥത്തിൽ ഈ ജീവിതം എന്നത്. ദുനിയാവിലെ ജീവിതത്തിന്റെ ഒരു ഘടന, പ്രകൃതി അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരു പ്രശ്നമില്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് ജീവിതം തന്നെ ദുനിയാവിലില്ല എന്നുള്ളതാണ്. പ്രശ്നമുണ്ടാവുമ്പോഴാണ് ഈ ബേജാറും വെപ്രാളും അതുപോലെയുള്ള ഒരുപാട് സംഗതികൾ, അസ്വസ്ഥതകൾ, അണീസിനെസ് എന്നൊക്കെ ഉണ്ടാവാം. ഇത് ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവരും പറയും, ഒരുപാട് മാനങ്ങളുള്ള ഒരു വലിയ കഥ ആദമിന്റെയും ഹവ്വയുടെയും ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചതാണ്. യഥാർത്ഥത്തിൽ അവരത് മനഃപൂർവ്വം ചെയ്തുണ്ടാക്കിയതൊന്നുമല്ല എന്ന് നമുക്ക് ആഴങ്ങളിൽ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ആദം ഉണ്ടായിരുന്നില്ല, ഹവ്വ ഉണ്ടായിരുന്നില്ല. അവരെ പടക്കുകയും അവർക്ക് നഫ്സ് പടക്കുകയും അതിനോടനുബന്ധിച്ച് താല്പര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. എല്ലാ സൗഭാഗ്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു രംഗം സ്വർഗത്തിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുത്തു. ഒരു അരുതായ്മ മാത്രം നിർദ്ദേശിച്ചു. ആ അരുതായ്മ യഥാർത്ഥത്തിൽ അവർ പ്രവർത്തിക്കുകയാണ് ചെയ്തത് എന്നതാണ്. ഒരു തമാശ രൂപേണ ഒരു ചരിത്ര കഥയുണ്ട്. മൂസ നബിയുടെ ആത്മാവ് ഒരിക്കലും ആദമിന്റെ ആത്മാവിനോട് ചോദ്യം ചോദിച്ചു, നിങ്ങൾ ആ പഴം പറിച്ച് തിന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ ദുനിയാവിൽ വന്ന് കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നില്ലല്ലോ പറഞ്ഞു. അപ്പൊ ആദം നബിയുടെ ആത്മാവ് ചോദിച്ചു, എങ്ങനെ മോനെ നിനക്കത് മനസ്സിലായത്? അത് തൗറാത്തിലുണ്ട്.
തൗറാത്ത് എന്നാണ് രേഖപ്പെടുത്തിയതെന്ന് നിനക്കറിയാമോ എന്ന് ആദമിന്റെ ചോദ്യം. അതെ, അത് ആദം ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പാണ് തൗറാത്ത് അല്ലാഹു തആല രേഖപ്പെടുത്തിയത്. അപ്പൊ ആദം തിരിച്ചു ചോദ്യം, ഞാനെന്ന വ്യക്തി ഭൂലോകത്തല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ എവിടെ ഹാജരാകുന്നതിന് മുമ്പ് രേഖപ്പെടുത്തിയ ഒരു ദൈവിക ഗ്രന്ഥത്തിൽ ഞാനിങ്ങനെ പഴം പോയിപ്പോന്നു തിന്നുവെന്നൊക്കെ രേഖപ്പെടുത്തപ്പെട്ടു എന്ന് നിനക്ക് മനസ്സിലായി. നീ എന്നെ കുറ്റം പറഞ്ഞത് എന്താണ് അതിന് കാര്യം എന്ന് ആദം നബിയുടെ ആത്മാവ് മൂസ നബിയുടെ ആത്മാവിനോട് ചോദിച്ചതയച്ച് ഒരു ബൈബിൾ വിവരണ കഥയിലുണ്ട്. നല്ല രസകരമാണ് സംഗതി. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്ലാനിൽപ്പെട്ടതാണ്. മനുഷ്യൻ എന്നൊരു സൃഷ്ടി ഉണ്ടാവുകയും ആ സൃഷ്ടിക്ക് താല്പര്യങ്ങൾ ഉണ്ടാവുകയും താല്പര്യങ്ങളെ തടഞ്ഞു നിർത്താൻ അള്ളാഹുവിന്റെ നിർദ്ദേശം ഉണ്ടാവുകയും അതിനെ അതിജയിക്കാനും ആ താല്പര്യങ്ങൾക്ക് അപ്പുറം ചില സംഗതികൾ ചെയ്തു കൂട്ടാനും ഒക്കെ ഉള്ള ഒരു പൈശാചിക പ്രേരണ സൃഷ്ടിക്കുകയും എന്നിട്ട് നമ്മളെ പരിശോധിക്കുകയും ചെയ്യുക. കുറച്ച് കോംപ്ലിക്കേഷനാണ് സംഗതി. സാധാരണ നിലയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. എന്തിനാ ഈ പണിയൊക്കെ പടച്ചോൻ ചെയ്യാൻ പോയത് എന്നാലോചിച്ചാല് യഥാർത്ഥത്തിൽ ഉത്തരം കിട്ടില്ല എന്നുള്ള എന്തിനാണ് ജീവിതം എന്നാലോചിച്ചു. അപ്പൊ നമുക്കൊരു പ്രയാസം വരും, പലതരത്തിലുള്ള പ്രയാസം, ശാരീരികവും മാനസികവുമായ പ്രയാസം. ആ പ്രയാസം വരുമ്പോ, ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോ അത് പ്രശ്നമാവും. അത് നമ്മുടെ സുഗമമായ ജീവിതത്തിന്റെ ഒഴുക്കിന് തടസ്സമുണ്ടാകും. അപ്പൊ അതിന്റെ പരിഹാരം അന്വേഷിക്കും. അപ്പോ രോഗമാണെങ്കിൽ മരുന്ന് കുടിക്കാം, വേറെ ഏതെങ്കിലും ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഇടപാട് നടത്തുക. അപ്പൊ പ്രയാസം നീങ്ങും, അപ്പൊ ആശ്വാസം. അതുകൊണ്ട് തീരൂ ഇല്ല, ഉടനെ അടുത്ത് വരും. അങ്ങനെ ജീവിതത്തിലുടനീളം ഒരു ഇടങ്ങേറിന് ശേഷം, ഒരു പ്രയാസത്തിന് ശേഷം മറ്റൊരു പ്രയാസം, ഒരു ബുദ്ധിമുട്ടിന് ശേഷം മറ്റൊരു ബുദ്ധിമുട്ട്. ഇത് തിര തീർന്നിട്ട് കുളിക്കാം എന്ന് സമുദ്രതീരത്തിൽ നിൽക്കുന്ന ഒരു ബാലൻ വിചാരിക്കുന്നത് പോലെയാണ് പ്രശ്നങ്ങൾ ഒഴിച്ച് ജീവിക്കാം എന്നാരെങ്കിലും വിചാരിക്കുന്നത്. തിരയടിക്കുന്ന സമുദ്രത്തിൽ ഒരിക്കലും തിര അവസാനിക്കില്ല. തിരയില്ലെങ്കിൽ അത് സമുദ്രമാവില്ല, പുഴയാകും. അതുപോലെ പ്രശ്നങ്ങളില്ലെങ്കിൽ ജീവിതമാവില്ല. അത് ഒന്നുകിൽ സ്വർഗത്തിലാവും അല്ലെങ്കിൽ മരണമാവും. ഇപ്പൊ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ ത്വനീയ ഉണ്ടാവുന്നതല്ല, യാദൃച്ഛികമല്ല എന്നുള്ളതാണ്. ഒരു പ്രശ്നവും യാദൃച്ഛികം ഉണ്ടാവില്ല. കാര്യം പ്രശ്നത്തിന് സ്വയം ശക്തിയില്ല. ഇപ്പൊ പ്രശ്നത്തെ ഉണ്ടാക്കി വെച്ചു, അവിടെ വിഷയം. പ്രശ്നത്തെ ഉണ്ടാക്കണം, അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കണം. അപ്പൊ പ്രശ്നം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, പരിഹാരവും അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഇപ്പൊ പ്രശ്നങ്ങളും പരിഹാരങ്ങളും സ്വോദ്ദേശമായ സൃഷ്ടിപ്പാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ മനുഷ്യനാകെ ആശ്വാസം ഉണ്ടാവും. ഒരു വലിയ ആശ്വാസം അവിടെ തന്നെ കിട്ടും. ഇത് വെറുതെ ഉണ്ടായതല്ല, എന്തോ ഒരു കാര്യം ഉണ്ടാവും. വെറുതെ ഉണ്ടാവുമ്പോഴാണ് ഭയങ്കരമായ ഒരു നിരാശയും നഷ്ടബോധവും തോന്നും. എന്തെങ്കിലും ഒരു കാര്യം എന്ന് തോന്നുമ്പോൾ കുറച്ച് വിഷമം സഹിക്കാനും പ്രയാസം സഹിക്കാൻ മനുഷ്യൻ തയ്യാറാവും. പ്രസവം വേദനയോടുകൂടി ഉണ്ടാവും. പെയിൻ ഉണ്ടായോ എന്നാണ് ചോദിക്കുക. പെയിൻ നല്ലൊരു സംഗതിയൊന്നുമല്ലല്ലോ. പെയിൻ അനുഭവിച്ചവർക്ക് അറിയാം പെയിൻ നല്ലൊരു സംഗതിയൊന്നുമല്ല. പക്ഷെ പെയിൻ ഉണ്ടായിട്ടില്ല, പെയിൻ വരാൻ വേണ്ടി മനുഷ്യനെ പെടഞ്ഞു കളിക്കുന്നവരുണ്ടാവും. ആലോചിച്ചു, ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പെയിൻ. പക്ഷെ പെയിൻ വന്നില്ലെങ്കിൽ ഉണ്ടാവുന്ന പെയിൻ ഭയങ്കരമാണ്. വരാന്തയിൽ ഉമ്മയും വാപ്പയും ഹസ്ബൻഡും ഒക്കെ ഇങ്ങനെ അകത്ത് പ്രവേശിപ്പിച്ച പ്രസവിക്കാൻ പോകുന്ന ഗർഭിണിയേക്കാൾ കൂടുതൽ പെയിൻ ചിലപ്പോൾ പുറത്തു നിൽക്കുന്ന ഭർത്താവും ഉമ്മയും വാപ്പയൊക്കെ അനുഭവിച്ചുകൊണ്ട് ഹോസ്പിറ്റൽ വരാന്തയിൽ ഒരു കോംപ്ലിക്കേറ്റ് കുറച്ചൊരു പ്രശ്നമാണ് എന്ന് ഡോക്ടറോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓക പടം പെയിൻ വരാൻ വേണ്ടി നമ്മൾ പെയിൻ അനുഭവിക്കുന്ന വിചിത്രമായ ഒരു രംഗം ജനനത്തിൽ തന്നെ ഉണ്ട്. നമ്മൾ സാധാരണ ചിന്തിക്കാറില്ല. പെയിൻ വന്നില്ല ഇപ്പൊ പിന്നെ അതിൽ നിന്ന് കാത്തില്ല. പെയിൻ വന്നില്ല, വെട്ടിക്കളാൻ മതി, ഉടനെ തന്നെ കീറി മുറിച്ച് പുറത്തെടുത്ത് കളാൻ മതി. രണ്ടെണ്ണം മുറിച്ചാൽ പിന്നെ മൂന്നാമത് മുറിക്കാൻ സ്ഥലമില്ലാത്തൊരു പ്രശ്നമാണ് തട്ടിക്കളാൻ മതി. ഇതാണ് അതിന്റെ വേറെ വിഷയം. അതിൽ ഒരുപാട് വേറെ തരങ്ങളുണ്ട്, അതൊന്നും വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ പെയിനിന് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യൻ. നമ്മുടെ ഓരോ ചിന്താഗതിയും ഓരോ പ്രവർത്തനവും അത്ഭുതം നിറഞ്ഞതാണ്. പെയിൻ വന്നില്ലെങ്കിൽ നമുക്ക് പെയിൻ ഉണ്ടാവും. പെയിനിന് വേണ്ടി പെയിൻ അനുഭവിക്കുന്ന ഒരു വിചിത്ര ജീവിയാണ് യഥാർത്ഥ മനുഷ്യൻ. ആ പെയിൻ യഥാർത്ഥം നമുക്കറിയാം, അത് അനിവാര്യമായ ഒരു പെയിനാണ്. കാരണം പുതുപ്പിറവിക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ഒരു വേദനയാണ്. എടുത്തു പറഞ്ഞിട്ട് വാഹിനിൻ അലാ വാഹിനിൻ,
മേൽക്കുമേൽ വേദന, മേൽക്കുമേൽ വേദന, ഗർഭാശയത്തിലെ വേദന, പ്രസവത്തിന്റെ വേദന. അത് വഹൻ എന്നൊക്കെ പറഞ്ഞാൽ ശാരീരിക വേദനയെ കുറിച്ചാണ്, മാനസിക വേദനയല്ല. ഹുസ്നാണ് മാനസിക വേദന, വഹൻ എന്ന് പറഞ്ഞാൽ ശാരീരിക വേദന. വലാ തഹ്നു വലാ തഹ്സനു എന്ന ഈ ഇതിൽ തന്നെ അവസാനം വരുന്നത്. നിങ്ങൾ ശാരീരികമായും മാനസികമായും പ്രയാസപ്പെടേണ്ടതില്ല എന്ന് സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപദേശിക്കുന്ന രംഗം നേരത്തെ ഓതിയ ആയത്തിന്റെ ഒടുവിൽ അയച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ ഈ വേദന വരുമ്പോ, പ്രയാസം വരുമ്പോ മനുഷ്യൻ യാഥാർത്ഥ്യ ബോധം ഉണ്ടായാൽ ആ വേദനയിൽ വല്ലാണ്ട് ടെങ്ങറായി പോകില്ല എന്നുള്ളതാണ്. അതായത് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും, ആശ്വസിക്കാൻ പറ്റും. അപ്പൊ മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ ഈ വേദനയും പ്രയാസവും വെക്കുമ്പോൾ തന്നെ അതിനുള്ള പോംവഴികളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. മിക്കവാറും മനുഷ്യ പ്രതിസന്ധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നേരെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വരില്ല എന്ന് പറയണ്ട, വരും. പക്ഷെ എങ്കിലും അതിന്റെ കാരണം, മുഖ്യ കാരണം താല്പര്യങ്ങൾ അതിൽപ്പെടുമ്പോഴാണ് എന്ന് പഠിപ്പിക്കാനാണ് ആ പഴം പറിച്ച് തിന്നുന്ന. അത് പഴം പറിക്കുന്നതിനല്ലോ അല്ല എന്നൊക്കെ വിശദാംശങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാവും. അവിടെ ശരിക്കും എല്ലാവിധ സൗഭാഗ്യങ്ങൾ ഉണ്ടായിട്ടും അതിനപ്പുറം ആസ്വദിക്കാനുള്ള ഒരു ത്വര മനുഷ്യരിലുണ്ട്. ക്ലേശന ഡീവിയേഷൻ, ശുദ്ധമായ മനസ്സിന്റെ പ്രകൃതത്തിന് ഒരല്പം കളങ്കം ചേർന്നു എന്ന് സമ്മതിക്കുകയും അത് പറയുകയും ചെയ്തു. രണ്ടാളെ വിളിച്ച് ചോദിക്കുക, അൻഹാക്കുമ, ഞാൻ നിങ്ങളെ നിരോധിച്ചിരുന്നില്ലേ എന്ന് ചെയ്തു. അവസാനം അവർക്ക് മനസ്സിലായി തെറ്റാണ്. അപ്പൊ റബ്ബന വലംന അൻഫുസന, അതറിയില്ലായിരുന്നു ആദ്യം. അത് ഫതലഖ ആദമു മിൻ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു തവ്വാബുർ റഹീം എന്നാണ് അവിടെ പറയുന്നത്. ചെയ്തത് മോശമായി പോയി എന്ന് മനുഷ്യ മനസ്സിന് ബോധ്യമായപ്പോ പഠിച്ചങ്ങോട്ട് പറഞ്ഞു. പറയാനറിയില്ല, എന്താ പറയണമെന്നും അറിയില്ല, മോശമായി പോയി എന്നൊരു ഫീലിംഗ്. അപ്പൊ അള്ളാഹ് പറഞ്ഞ് പറയും, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവ്. അവിടെ അതാണ് സംരക്ഷകൻ ആരാണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുക. ഒരു വിഷയം വന്നപ്പോ, പ്രതിസന്ധി വന്നപ്പോ ആ പ്രതിസന്ധിയിൽ നിന്ന് മനുഷ്യനെ കരകയറ്റുന്ന ഏക ശക്തി, വേറെ ഒരു ശക്തിക്ക് സാധ്യമല്ല ഈ പ്രപഞ്ചത്തിൽ എന്നത് പഠിപ്പിക്കാനാണ് പറയും റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവ്, ഞങ്ങളെ സംരക്ഷിക്കുന്നവൻ. എന്ന് വെച്ചാൽ ഈ പ്രതിസന്ധിയിൽ നിന്ന് സംരക്ഷിക്കുക, ഈ പ്രയാസത്തിന് സംരക്ഷിക്കുക. അതല്ല, ഞങ്ങൾ അക്രമികളായി ക്രമം തെറ്റി പ്രവർത്തിച്ചു പോയി, പറഞ്ഞനുസരിച്ച് ചെയ്തില്ല, അൻഫുസന, സ്വന്തം ഞങ്ങളോട് പൊറുക്കുകയും ഞങ്ങളോട് കാരുണ്യം കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം നഷ്ടത്തിലായി പോകും എന്ന് പറയാം. അത് പഠിക്കുകയാണ്, അത് നമ്മളെ പഠിപ്പിക്കണത്. ആദമിനെ പഠിപ്പിച്ചു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് നമ്മളെ പഠിപ്പിക്കുക. നിങ്ങൾ ക്രമം തെറ്റി പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ശുദ്ധ മനസ്സിന് കളങ്കം വരിയിരിക്കുന്നു. അപ്പൊ ആ കളങ്കവുമായി നടക്കാൻ പാടില്ല, അത് ക്ലീൻ ചെയ്യണം. ശുഭ്രമായ മനസ്സ്, ശുദ്ധമായ മനസ്സ്, അതിലെ വിശാലത ഉണ്ടാവും. നീതിയും ധർമ്മവും ഒക്കെ നിലനിൽക്കുന്നത് അത്തരം മനസ്സിലാണ്. അപ്പൊ എപ്പോഴും മനസ്സിനെ ശുദ്ധമാക്കി വെച്ചു. അതോടൊപ്പം തന്നെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, മനസ്സിനെ വെറുതെ വിട്ടാൽ നാശം. ഞാൻ തെറ്റൊന്നും ചെയ്യൂല എന്ന് ആർക്കും പറയാൻ പറ്റൂല. ഞാൻ തെറ്റൊന്നും ചെയ്യൂല എന്ന് ആർക്കും പറയാൻ ശഠിക്കാൻ പറ്റൂല എന്നാണ്. അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, പല സ്ഥലത്തും എടുത്ത് പറഞ്ഞു. കഴിഞ്ഞ 2-3 ആഴ്ചക്ക് മുമ്പ് അത് ചെറുതായി ഒന്ന് സൂചിപ്പിക്കുന്നു, അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞില്ലെന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, അള്ളാഹുവിനെ പിടിച്ച് ആണയിട്ടുകൊണ്ടാണ് അത് റസൂൽ പറയുന്നത്. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ എന്ന് പറഞ്ഞിട്ടാ പറയാം. വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ എന്ന് പറഞ്ഞിട്ട് ലൗലം തുദിനു, നിങ്ങളാരും ലൻബ് ഖതീഅത്തന്നല്ല പറയുന്നത്, പാപം ചെയ്യുന്നില്ലെങ്കിൽ ലറഹബല്ലാഹു ബികും വജാഅ ബിഖൗമിൻ യുദ്നിബൂന വയസ്തഗ്ഫിറൂന വയഗ്ഫിറൂന, നിങ്ങളെ നിഷ്കാസനം ചെയ്തിട്ട് പുതിയൊരു ജനതയെ കൊണ്ടുവരികയും അവര് മനുഷ്യ സഹജമായ പാപങ്ങൾ പ്രവർത്തിക്കുകയും തെറ്റ് മനസ്സിലാക്കുകയും ഖേദിച്ചു മടങ്ങുകയും അവർക്ക് നാം പുറത്തു കൊടുക്കുകയും ചെയ്യും. പാപം ചെയ്യാനുള്ള, തെറ്റ് ചെയ്യാനുള്ള ലൈസൻസ് അല്ലാതെ ഒരു വ്യക്തമായ ഒരു പ്രകൃതിയാണ്. മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയെ എങ്ങനെ കളങ്കപ്പെടുത്തുന്നത് കാര്യങ്ങൾ മനുഷ്യ മനസ്സിലുണ്ട് എന്ന് നമ്മൾ പഠിപ്പിക്കുക.
അപ്പോ എത്ര തഖ്വയുള്ള മുത്തഖിയായാലും എത്ര വമ്പൻ പ്രവാചകനായാലും സാധ്യമാണ് തെറ്റുകൾക്ക്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹ് പറഞ്ഞ ഫസ്തഗ്ഫിർ റസൂലിനെ സംബന്ധിച്ച് നല്ല ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് അള്ളാഹു തആല കൊടുത്തിട്ടുണ്ട്. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഈ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ നമുക്കറിയാം കോൺടാക്ട് സർട്ടിഫിക്കറ്റ് വളരെ പ്രധാനമാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും നല്ല കോൺടാക്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റിയ ആൾ അള്ളാഹു തന്നെയാണ്. അള്ളാഹു കോൺടാക്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ് റസൂലിന്. നീയാണ് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് നീ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫൈ ചെയ്ത ഒരു പ്രവാചകനോട് എന്താ പറയാ, നിന്റെ പാപങ്ങൾക്ക് നീ ഇസ്തിഗ്ഫാർ ചെയ്യണം. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യനെ സംബന്ധിച്ച് കുല്ലു ബിൻ ആദം ഖത്താഉ ഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. ആദമിന്റെ സന്താനങ്ങളെല്ലാം തെറ്റ് പ്രവർത്തിച്ചു പോകുന്നവരാണ്. അതിൽ ഏറ്റവും ഉത്തമൻ ഖേദിച്ചു മടങ്ങുന്നവരാണ്. അപ്പൊ തെറ്റുകയും എന്നിട്ട് ശരി തേടി നടക്കുകയും ആ ശരിക്ക് വേണ്ടി വേദന അനുഭവിക്കുകയും പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതമാണ് യഥാർത്ഥത്തിൽ നമ്മൾ. അപ്പോൾ എപ്പോഴും മനുഷ്യന് ഒരു തൗബ മനസ്സ്, ഇസ്തിഗ്ഫാറിന്റെ തൗബയുടെ മനസ്സ്. അതാണ് രണ്ടാഴ്ച മുമ്പ് പറഞ്ഞു വെച്ചത്. സാരിയോ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. നിങ്ങളുടെ രക്ഷിതാവിന്റെ പാപമോചനം ചെയ്യും. അതിന്റെ അനന്തരഫലം ജന്നത്താണ്, പൂങ്കാവനം. പാപമോചനം ലഭ്യമായാൽ സ്വാഭാവികമായി പിന്നെ ലഭിക്കുന്നത് ആശ്വാസത്തിന്റെ പൂങ്കാവനമാണ്. അത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞ താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന നിത്യാനന്ദത്തിന്റെ ഒരു ആരാമത്തില് നിത്യമായ ജീവിതം ലഭിച്ചാൽ എങ്ങനെ ഉണ്ടാവും? സ്വർഗമൊന്നുമല്ല, അതിനേക്കാളൊക്കെ ഒരു വലുതാണ്. സാധാരണ മനസ്സുകൾക്ക് മനസ്സിലാക്കാൻ പര്യാപ്തമായ ഭാഷയിലെ വാക്കുകൾ ഉപയോഗിച്ച് അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. നല്ല പുൽമേടുകളും താഴ്വാരങ്ങളും നല്ല കൊട്ടാരങ്ങളും ഒക്കെ ഉള്ള ഇണയും തുണയുമായി സന്തോഷപരമായി ജീവിക്കുന്ന ഒരു ജീവിതത്തെ സംബന്ധിച്ച മനുഷ്യ മനസ്സിലുള്ള ചിത്രം മനോഹരമാണ്, അനുഭൂതിപൂരകമാണ്, ആസ്വാദിതയും. അപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ഭൂമിയിൽ അല്ലാഹുവിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് അവന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക്, ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക്, വിശ്വസിക്കുന്ന ആളുകൾക്ക്, വിശ്വാസത്തിന്റെ ബാധ്യത നിർവഹിക്കാൻ വേണ്ടി കഷ്ടപ്പാടുകൾ സഹിക്കുന്ന ആളുകൾക്ക് ഒടുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ പോകുന്നത് ഇതാണ് എന്ന് പറഞ്ഞു പഠിക്കുക. ഇവിടെ വിശ്വാസത്തിന്റെ അവസ്ഥ അതാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക എന്നുള്ളതാണ്. പൈസ നഷ്ടപ്പെട്ടു, മക്കൾ മരിച്ചു, ബന്ധുമിത്രാദികൾ മരിച്ചു, കുടുംബക്കാർ മരിച്ചു. ഈ ജീവിതത്തിൽ എന്തൊക്കെ നമ്മൾ കാണേണ്ടത്? ചെറുപ്പം മുതൽ ഇങ്ങനെ 10-60-70 വയസ്സ് വരെ വളർന്നു വരാനിടയിൽ എന്തെല്ലാം നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, ഇതെല്ലാം നമ്മൾ കാണേണ്ടി വരും. ഇവിടെയൊക്കെ പതറാതെ നിൽക്കുന്നതിന് ഈ അചഞ്ചലമായ വിശ്വാസമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും വലിയ അത്താണിയായിട്ട്, ഒരു വേ ഔട്ടായിട്ട്, ഒരു പോംവഴിയായിട്ട് നൽകിയിട്ടുണ്ട്. ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ എപ്പോഴും ഇസ്തിഗ്ഫാറും തൗബയുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുന്നത്. ഇപ്പൊ രോഗം വന്ന ഒരാള് ആ രോഗത്തിന് ഇസ്തിഗ്ഫാർ ചെയ്താൽ എങ്ങനെയാണ് മൗലവി അതിന് പരിഹാരം കിട്ടുക? ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്, തൗബ ചെയ്യുന്നത് സ്വന്തം നിസ്സഹായത ബോധ്യപ്പെടുത്തിയിട്ട് സഹായാഭ്യർത്ഥനയാണ്. അപ്പോ അവനും അവന്റെ ചുറ്റുപാടുള്ള ആളുകൾക്ക് തോന്നുക ഇന്ന ആളെ കണ്ടാൽ ഇത് പറ്റും, ഇന്ന മരുന്ന് കഴിച്ചാൽ അത് ശരിയാവും, ഇന്നടത്ത് പോയാൽ ശരിയാവും. അവന് ഇൽഹാം കൊടുക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെയാണ് നമ്മൾ ആൾക്കാരെ നയിക്കുക. പഠിച്ചോ നേരിട്ട് വന്നിട്ട് കുറിപ്പെടുത്തി പോയി വാങ്ങിപ്പോന്നും പറയില്ല. അതിനുള്ള ഇൽഹാം ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ഒരുപാട് പോംവഴികളുണ്ടാവും. പക്ഷെ പ്രശ്നത്തിന്റെ തീക്ഷ്ണതയുടെ വേദനയിൽ എല്ലാ പോംവഴിയും അടഞ്ഞിരിക്കുന്നതായിരുന്നു. ഒരു വാതിൽ അടയുമ്പോൾ 9 വാതിൽ മനുഷ്യന്റെ മുന്നിൽ തുറന്നിരിക്കും. അടഞ്ഞ വാതിലിനെ നോക്കിക്കൊണ്ടിരിക്കുന്നവന് തുറന്ന 9 വാതിലുകൾ കാണാൻ കഴിയുകയില്ല എന്നൊരു ചൊല്ലുണ്ട്. ജീവിതം അങ്ങനെയാണ്. ജീവിതത്തിന് നടന്നു പോകുമ്പോൾ ഒരു വാതിലാണ് മുന്നിൽ അടഞ്ഞുപോയെങ്കിൽ 9 വാതിലുകൾ ജീവിതത്തിന് പേരെ തുറന്നുണ്ടാവും. പക്ഷെ അടഞ്ഞ വാതിൽ തന്നെ നോക്കിയിരുന്നാൽ പിന്നെ തുറന്ന വാതിലുകൾ കാണാൻ സാധ്യമല്ല.
ഒരുപാട് ആളുകൾ മുന്നിൽ മരിച്ചു വീഴുന്ന യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേദന ഉണ്ടായിരുന്നു, പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ ഓരോരുത്തരോടും പറഞ്ഞത്, അവർ സ്വർഗത്തിൽ ഇങ്ങനെ ചിറകടിച്ച് പറന്നുയരുന്നത് ഞാൻ കാണുന്നുണ്ട്. ഭൂമിയിൽ ഇതിനേക്കാൾ വലിയ ആശ്വാസമില്ല. എന്തിനധികം വിഭചാര കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട മായിസ് റളിയല്ലാഹു അൻഹുവിനെ ആളുകൾ ചീത്ത പറഞ്ഞു. മായിസ് അബദ്ധത്താൽ ഒരു വിചാരത്തിൽപ്പെട്ടു, ശിക്ഷിക്കപ്പെട്ട് കല്ലെറിഞ്ഞ് കൊന്നു. ആളുകള് അദ്ദേഹത്തെ ചീത്ത പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുവാണ് സത്യം, സൽസബീലിൽ കുളിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പറന്നു പോകുന്ന മായിസിനെയാണ് ഞാൻ കാണുന്നത്. മായിസിന്റെ തൗബ വീതിച്ചു കൊടുത്താൽ ഹിജാസിലുള്ള മുഴുവൻ ആളുകൾക്കും കൊടുത്തതിനു ശേഷം ബാക്കിയുണ്ടാവും. അത്രയധികം പശ്ചാത്താപം നടത്തിയ ഒരു മനുഷ്യനാണ് മായിസ്. മായിസിനെ ചീത്ത പറയുന്നവർക്ക് ശാപം. ആലോചിച്ചു. പിന്നെ ഒരാളുടെ നാവ് പൊങ്ങിയില്ല എന്നുള്ള. അപ്പോ മായിസ് അതിനു മുമ്പ് ഇവിടെ അനുഭവിച്ചു പോയ വ്യഥയും വ്യസനവും അപമാനവും നാണക്കേടും വലിയ ഭീകരമായിരുന്നു ദുനിയാവിന്റെ കാഴ്ചപ്പാട്. പക്ഷേ ഒരു സെക്കൻഡ് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ മനസ്സാകെ മാറ്റി പറഞ്ഞു. സ്വർഗത്തിൽ അല്ലാഹുവിന്റെ നിയമത്തിന് വിധേയമാവാൻ ധൈര്യമായി മുന്നോട്ട് വന്ന് ഏറ്റുപറഞ്ഞ മായിസിന് അല്ലാഹു കൊടുക്കുന്ന മഹാസൗഭാഗ്യത്തെ കുറിച്ച്, ഇതൊരു കുറ്റത്തിന്റെ കാര്യമില്ല. അപ്പൊ ശരി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ബദറിലും മഹദിലും ഹന്തത്തിലും ഒക്കെ കഷ്ടപ്പെട്ട ആളുകൾ, അതുപോലെ ഷഹീദായ ആളുകൾ, അവരുടെ വ്യക്തിപുത്രാദികൾ കരഞ്ഞപ്പോൾ, വേദന അനുഭവിച്ചപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അവർക്ക് കൊടുത്ത സാന്ത്വനം താഴ്ഭാഗങ്ങളിലൂടെ നിത്യാനന്ദത്തിന്റെ ഒരു അരുവികൾ ഒഴുകുന്ന നിത്യാനന്ദത്തിന്റെ സ്വർഗമാണ്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ കടന്നു പോകുമ്പോൾ നമുക്കങ്ങനെ പറയാൻ കഴിയണം, അതെ സ്വർഗത്തിലേക്കാണ് പോയിരിക്കുന്നത്, ഇനി നമ്മുടെ ബേജാറാണ്ടാവില്ല. ജീവിച്ചിരിക്കുമ്പോഴാണ് ഇന്ന് ആളുകളെ കുറിച്ച് പേടിക്കേണ്ടത്. ജീവിച്ചിരിക്കുന്ന മക്കള് എന്തൊക്കെ കാട്ടിക്കൊടും, എന്തെല്ലാമാണ് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ പരിപാടികൾ, IS ഭീകരത, ഇങ്ങനെ ഏത് നിമിഷവും എന്തിലും ആരും ചെന്ന് ചാടിപ്പോകാവുന്ന തരത്തിലാണ് ഈ ദുനിയാവിൽ ഇപ്പോഴത്തെ ജീവിതം. ജീവിച്ചിരിക്കുമ്പോഴാണ് പേടിക്കേണ്ടത്, മരിച്ചിട്ടല്ല പേടിക്കേണ്ടത്. സത്യവിശ്വാസം ജീവിച്ചിരിക്കുമ്പോ ചെറുപ്പക്കാരായ ആണും പെണ്ണും മക്കളെ എവിടെയാണ് പോയി ഗുരുമാൻ ഉണ്ടാകുന്നത് എന്നുള്ളത് ഭയക്കേണ്ടത്. സത്യവിശ്വാസിയായി അങ്ങ് മരിച്ചുപോയാൽ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന ആശ്വാസം. അപ്പൊ നമ്മുടെ മുന്നിൽ വരുന്ന നഷ്ടം അത് വളരെ വലിയ നേട്ടമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. നിങ്ങൾക്കൊരു മുള്ളു കൊണ്ടാൽ നിങ്ങളെ തെറ്റ് പുറത്തു പോകും. സത്യവിശ്വാസി അനുഭവിക്കുന്ന ക്ഷീണം, രോഗം, വേദന, കഷ്ടപ്പാടുകൾ, മരണം, അതുപോലെ എന്തും ഒരു സത്യവിശ്വാസി അനുഭവിക്കുന്ന ഏത് സംഗതിയും അവന്റെ തെറ്റുകൾ പുറത്തു പോകാനും പ്രതിഫലം നൽകാനുമുള്ള അല്ലാഹുവിന്റെ ആസൂത്രിതമായ പദ്ധതിയുടെ ഭാഗമാണ് എന്ന ബോധമുണ്ടാവുക. ജീവിതത്തിന്റെ ഏത് പ്രയാസത്തെയും ഏത് പ്രതിസന്ധിയും അതിജയിക്കാനും മനുഷ്യന് പ്രത്യേകമായ ഒരു ഉണർവ്, ഒരു ശക്തി കിട്ടും. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുന്നത് നമ്മൾ എപ്പോഴും അല്ലാഹുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക, ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുക. മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ആരെങ്കിലും ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ. عن ابن عباس رضي الله عنهما قال رسول الله صلى الله عليه وسلم من لزم الاستغفار جعل الله له من كل ضيق مخرجا. ആരെങ്കിലും ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ എല്ലാ വിഷമങ്ങളിൽ നിന്നും അവനൊരു രക്ഷയുടെ പോംവഴി, ഒരു വഴി, ഒരു വേ ഔട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും ഉണ്ടാക്കി കൊടുക്കും. അപ്പോ പനി വന്നാൽ, രോഗം വന്നാൽ, നഷ്ടം വന്നാൽ, മരണം വന്നാൽ, സങ്കടം വന്നാൽ, ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇസ്തിഗ്ഫാറാണ്. ആദ്യത്തെ പണി ഇസ്തിഗ്ഫാറാണ്. ആദ്യം നബി ചെയ്തത് തന്നെ. എവിടെയോ എന്തോ പ്രശ്നം പറ്റിയോ ആവാം, നമ്മുടെ ചിന്താഗതിയിലോ പ്രവർത്തനത്തിലോ അല്ലാഹുവിന്റെ അതിർത്തിക്കുള്ള കാര്യങ്ങൾ ഉണ്ടായോ ആവാം. എന്തിനും മരുന്ന് അല്ലാഹു പറഞ്ഞത് ഇസ്തിഗ്ഫാറാണ്. പോരാത്തതിന് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും അവന് ഒരു മോചനവും അല്ലാഹു സുബ്ഹാനഹു വ തആല. ദുഃഖം വേദനയാണ്, വേദന ദുഃഖവുമാണ്. ഇങ്ങോട്ട് എല്ലാ ദുഃഖവും വേദനിപ്പിക്കും. ചെറുതായാലും വലുതായാലും തോതിൽ വ്യത്യാസം ഉണ്ടാവും.
എല്ലാ വേദനയും ദുഃഖമായി പരിണമിക്കുകയും ചെയ്യും. അതൊരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ അല്ലാഹു തആല പറയാ എല്ലാ വേദനകളിൽ നിന്നും മോചനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിത്തരും. അവൻ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് അവന് വിഭവം നൽകുകയും ചെയ്യും. ഇവിടെ ജീവിത വിഭവം എന്നാണ് റിസ്ഖ് എന്ന് ഉദ്ദേശിക്കുന്നത്. ചിന്തയാവാം, കോമഴിയാവാം, ഭക്ഷണമാവാം, പണമാവാം, സൗകര്യങ്ങൾ ഏതുമാവാം. അപ്പൊ ഇസ്തിഗ്ഫാർ നിർബന്ധമാക്കിയാൽ സ്വന്തം നിലയ്ക്ക് ഇസ്തിഗ്ഫാർ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ നമസ്കാരങ്ങളിൽ നമ്മൾ നടത്തുന്ന ഇസ്തിഗ്ഫാർ, തൗബയും ഇസ്തിഗ്ഫാർ നമ്മൾ നടത്തുന്നു. റുകൂഇലും സുജൂദിലും നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തുന്നു. തഹിയ്യാത്തിൽ നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തുന്നു. പ്രാർത്ഥന തന്നെ മറ്റൊരു തരത്തിലുള്ള ഇസ്തിഗ്ഫാറാണ്. സൂക്ഷ്മത തഖ്വ കൊണ്ടാണ് വസിയത്ത് ചെയ്യുന്നത്. തഖ്വ ഇസ്തിഗ്ഫാർ തഖ്വയുടെ ഒരു ഭാഗമാണ് എന്നുള്ളതാണ്. തഖ്വ ഉള്ളവനെ ഇസ്തിഗ്ഫാർ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ തഖ്വയും ഇസ്തിഗ്ഫാറും തമ്മിൽ വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ലക്ഷ്യം വെച്ചുകൊണ്ടൊരു മനുഷ്യൻ നിത്യമായി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചനവും എല്ലാ വിഷമങ്ങളിൽ നിന്നും പോവഴിയും അവൻ പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ വിഭവ സഹായവും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസത്തിൽ 70 മുതൽ 100 പ്രാവശ്യം വരെ സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി എന്ന് പറയുമായിരുന്നു. അത് നമുക്കും ബാധകമാണ്. അത് മനസ്സിന്റെ ശുദ്ധതയെ നിലനിർത്താൻ പര്യാപ്തമാണ്. ശുദ്ധമായ മനസ്സിൽ അല്ലാഹുവിന്റെ ആത്മാവ് അതായത് ഖുർആൻ വഴി നമ്മൾ പ്രവേശിക്കും. എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് ശാശ്വതമായ ശാന്തമായ ഒരു അഭിപ്രായങ്ങൾ വഴി നമ്മൾ കാണും. വഴിയടഞ്ഞുകൊണ്ട് വെപ്രാളം പിടിക്കുന്ന ശ്വാസം മുട്ടുന്ന ഒരവസ്ഥ യഥാർത്ഥത്തിൽ ഒരിക്കലും ഒരു സത്യവിശ്വാസികൾക്ക് കൂടുതൽ കാലം ഉണ്ടാവില്ല. തുടക്കത്തിൽ കുറച്ച് സമയം ഉണ്ടായാലും വിശ്വാസത്തിന്റെ ദാർഢ്യതയോടുകൂടി നിലകൊള്ളുമ്പോൾ അല്ലാഹുവിൽ നിന്നുള്ള മാർഗദർശനവുമായി മാലാഖമാർ ഇറങ്ങി വരും. വലാ തഹ്സനൂ വലാ തഹ്നൂ വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ ബേജാറാവേണ്ടതില്ല. വേദന, പക്ഷെ കുറച്ച് വേദന അനുഭവിച്ചതിന് ശേഷം അത് പഠിപ്പിക്കും. അതാണ് കാരണം ഒരു വേദനയും ഇല്ലാതെ അത് പഠിക്കാൻ പറ്റൂല. അത് അല്ലാഹു ചെയ്ത വ്യവസ്ഥയാണ്. ഇപ്പൊ കുറച്ച് വേദന അനുഭവിപ്പിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പഠിക്കും. അത് നമ്മുടെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ വേദനകൾക്കും അപ്പുറവും ആശ്വാസം. ദുനിയാവിലെ മൊത്തം ജീവിതം ഒരുതരം വേദനയാണ്. സത്യവിശ്വാസം സംബന്ധിച്ച് അങ്ങോട്ടാക്കാൻ പറ്റില്ല, ഇങ്ങോട്ടാക്കാൻ പറ്റില്ല, അവിടെ പോകാൻ പറ്റില്ല, ഇവിടെ പോകാൻ പറ്റില്ല, ഇതെടുക്കാൻ പറ്റില്ല, അതെടുക്കാൻ പറ്റില്ല, ഉണ്ട് കുറെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഈ നിഷേധ മനസ്സുള്ളപ്പോഴാണ് ഇത്രയും റിച്ചിഡായി തോന്നുക. വിശ്വാസ മനസ്സുണ്ടാകുമ്പോൾ അത് പ്രവിശാലമായിരിക്കും. രംഗം സ്വർഗത്തിലേക്കാണ് പോവുക. മനസ്സ് അവിടെയാണ് നിൽക്കുക. അപ്പൊ അതുകൊണ്ട് ഇവിടത്തെ പലതും നിസ്സാരമായി തോന്നും. ദുന്യാവ് ഒന്നോടെ കഷ്ടപ്പെട്ടായാലും ഞാനിപ്പോ മരിക്കാൻ പോവാണെന്ന് കിട്ടുമല്ലോ ഇവിടെ ആ ഉറപ്പ്. അതിനെ ഇസ്തിഗ്ഫാർ, തൗബ, അങ്ങനെയുള്ള ഒരു മനസ്സ് സത്യവിശ്വാസി സദാ കാത്തു സൂക്ഷിക്കണമെന്ന് അല്ലാഹു ഉപദേശിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ള സത്യവിശ്വാസത്തിന്റെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇടയാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه. سبحانك لا نحصي ثناء كما اثنيت نفسه لك الحمد حتى ترضى. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. ايها الاخوه الاحباب، ഉസിഫും വഇയ്യായ സാനിയ ബിതഖ്വ. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷ്മതയോടെ പാലിച്ചുകൊണ്ട് അവരുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടൊക്കെ പറഞ്ഞതോട് വീണ്ടും ഉണർത്തുകയാണ്. സൂക്ഷ്മതയുടെ കാര്യം ഖുർആൻ ഒരുപാട് എടുത്തുകൊണ്ട് ഈ ഇസ്തിഗ്ഫാർ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പണയാൽ ആദ്യത്തെ സംഭാഷണം എപ്പോഴും കഴിവതിൽ തലാഖിൽ നിരങ്ങളുണ്ടാവും ചിലപ്പോൾ. അപ്പോ
അവളെ നിങ്ങളെ വീട്ടിൽ തന്നെ താമസിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് നിയമോപദേശങ്ങളായി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇനി എന്തെങ്കിലും ഒരു നന്മ അല്ലാഹ് ഉണ്ടാക്കിക്കൂടാ എന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ അടച്ചൊരു ഭയങ്കര ഒരു തലാഖിന്റെ പറഞ്ഞേക്കരുത്, അവളെ പുറത്തു പോകാൻ പാടില്ല, സ്വന്തം വീട്ടിൽ തന്നെ താമസിക്കുക. അതൊക്കെ അതിന്റെ നിയമമാണ്. ഇന്നത്തെ നമ്മളെ നടപ്പ് രീതി വരെ വരുത്താം. കാരണം ഈ മനുഷ്യ മനസ്സ് എന്ന് നിമിഷം മാറിയത. അപ്പൊ അതുകൊണ്ട് മാറിയ മനസ്സ് കുട്ടികളുള്ളതാണെങ്കിൽ ഒരു കുട്ടിയുടെ ചിരി അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ കരച്ചിൽ അത് മനുഷ്യ മനസ്സുകളെ വല്ലാണ്ട് മാറ്റാം. കുട്ടിയുള്ള ഹസ്ബൻഡിന് വൈഫാണെന്നുണ്ടെങ്കിൽ ആ മോന്റെ അല്ലെങ്കിൽ മോളുടെ ഒരു ചിരി എല്ലാ വൈരാഗ്യങ്ങളും മാറ്റിക്കളയുന്ന രീതിയിൽ സംവിധാനിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിയും. പടച്ചവൻ അത് പറയുന്നുണ്ട്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അതൊക്കെ കഴിഞ്ഞ് ഒരു സംഗതി പറഞ്ഞു, ഈ പറഞ്ഞതനുസരിച്ച് സൂക്ഷ്മത പാലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടായിരുന്നു. അവിടെ തഖ്വ, സൂക്ഷ്മത, ആ ഇസ്തിഗ്ഫാർ പോലെ തന്നെ പ്രാധാന്യത്തോടെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് വിഭവം നൽകും. പലപ്പോഴും ഈ സാമ്പത്തിക രംഗമാണ് വൈവാഹ ജീവിതത്തിൽ കൂടുതൽ പ്രശ്നമുണ്ടാകും. അപ്പൊ നിങ്ങളുടെ വിഭവങ്ങളുടെ ഷോർട്ടേജ് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകും. ഈ സ്ത്രീധന മർദ്ദനം, പീഡനം എന്നൊക്കെ നമ്മൾ പറയണം. സംഗതി ആവശ്യത്തിന് പൈസ വേറെ വരുമ്പോഴും ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ വിഭവത്തിന്റെ അഭാവം മനുഷ്യബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകും. സ്നേഹത്തിൽ തന്നെ ഇതാണ്. അവിടെ പടച്ചവൻ പറയാം, നിങ്ങൾ സൂക്ഷ്മമായി കരട്ടിണ്ടോ, എന്നാൽ നിങ്ങളുടെ വിഭവം നാം നിങ്ങൾ അറിയാത്ത കോലത്തിൽ വലുതാക്കി തരാം എന്നുള്ള അവസ്ഥ. ഇതിലൊന്ന് വിശ്വസിക്കണമെന്നല്ല, എന്നിട്ട് തവക്കൽ ചെയ്യണം. അത് നമ്മൾ പറ്റാത്തൊരു പണിയാണ്. നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. അത് പ്രഖ്യാപനത്തിലാണ്. വിശ്വാസം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് തന്നെ തിരിയില്ല, അത് അതാക്ക് തിരിയും. ആവശ്യം വരുമ്പോഴാണ് വിശ്വാസത്തിന്റെ ആഴം മനസ്സിലാവും. പ്രഖ്യാപിക്കാൻ എല്ലാവരും കഴിയും, പ്രസ്ഥാനം ഇറങ്ങാൻ പ്രഖ്യാപിക്കാൻ കഴിയും. നമ്മൾ എത്രമാത്രമാണ് പ്രഖ്യാപനത്തിൽ ഉറച്ചു നിൽക്കുന്നത്. എത്തവക്കലല്ല, ഈ തവക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം അള്ളാനെ ഏൽപ്പിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവണം. തവക്കലൊക്കെ ചെയ്തേം ചെയ്യും, എന്നാൽ മടച്ചു അങ്ങനെയാണെങ്കിൽ മുസ്ലിം നമ്മൾ ചെയ്യാനുള്ള ചെയ്യണ്ടേ എന്താ പറയാ. നമ്മളെ തവക്കൽ ചെയ്ത് കൈ കെട്ടിരിക്കുക എന്നാണ് പറഞ്ഞു. അതല്ല, തവക്കൽ ചെയ്യാനുള്ള ഒരു പ്രത്യേക മാനസികാവസ്ഥ. അവിടെ എത്തുമ്പോഴാണ് പിന്നെ പോകുമ്പോഴേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹ് മതിയാവും അവനെ വേണ്ട രീതിയിൽ തവക്കൽ ചെയ്താൽ. എന്നിട്ട് അല്ലാഹ് പടച്ചവൻ അവന്റെ ലക്ഷ്യം പ്രാപിക്കുന്നത് ചെയ്യും. ഓരോ കാര്യത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കർമ്മം നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾ ക്ഷമിക്കുകയും സഹിക്കുകയും വിശ്വസിക്കുകയും തവക്കൽ ചെയ്യുകയും ചെയ്ത് ഇസ്തിഗ്ഫാറും തൗബയോടുകൂടി നിങ്ങളുടെ രക്ഷിതാവിനെ സമീപിക്കുകയാണെങ്കിൽ അല്ലാഹ് നിശ്ചയിച്ചിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ, എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെതായ ഒരു ക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. ആ ക്രമത്തിന് അപ്പുറം ചാടി കളിക്കാൻ നിങ്ങൾ ഇടപെട്ടാൽ അപകടകരമാവും. പിന്നെ പറയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം, അത് നമ്മളെ വല്ലാണ്ട് ഇടങ്ങാറാക്കും. കുറച്ചു നേരം അല്ലാഹുവോട് പ്രാർത്ഥിക്കും, എന്നിട്ട് സൂക്ഷ്മതയ്ക്ക് വേണ്ടി എടുക്കാൻ തപ്പോഴുള്ള മനസ്സിലാക്കാം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ അവന്റെ പ്രശ്നങ്ങൾക്ക് നാം ഒരു ലളിതമായ പരിഹാരം. ഈ ഖുർആൻ ജീവിക്കുമ്പോഴങ്ങനെയാണ്. നമുക്കിത് പാട്ട് പാടാറില്ല. ഇത് ജീവിക്കുന്ന ഖുർആനാക്കണമെങ്കിൽ ഇതിൽ ഓരോ സംഗതിയും ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നവും അള്ളയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, എല്ലാവിധ ചലനങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൺട്രോൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ചൊക്കെ സവിസ്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. ഇതൊക്കെ ഇതിനകത്ത് വെച്ചിട്ട് വേറെ എന്തൊക്കെയോ സംഗതികളെ എടുത്തു പുറത്തിട്ട് ചർച്ച ചെയ്ത് കുഴപ്പമുണ്ടാക്കി, കർമ്മശാസ്ത്രത്തിന്റെ ഗന്ധങ്ങൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരുപാട് വേറെ പല സംഗതികൾ ഉണ്ടാക്കി അടിച്ചുവിടുന്ന പരിപാടിയാണ് സഹസ്രാബ്ദങ്ങളായി മുസ്ലിം സമുദായം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നിത്യജീവിതത്തിന് പ്രയോജനകരമായ, ഈ ഭൂമിയിൽ ആശ്വാസകരമായ ഒരു ജീവിതം ലഭിക്കാം. അത് കഴിഞ്ഞിട്ട് വിജയപ്രദമായ ഒരു പരലോക ജീവിതം ലഭിക്കാം. ഇവിടെ നമ്മൾ നേരിടുന്ന നിലവിലുള്ള സമകാലിക പ്രശ്നങ്ങളെ അതിജയിക്കാനുള്ള കരുത്ത് എങ്ങനെ ഖുർആനിൽ നമുക്ക് ലഭിക്കും എന്നതിനെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുന്നത്. ഇതെന്തോ ആപ്തവാക്യങ്ങൾ ഒരുവിടാൻ റമദാനിലെ കൂടെ ഒരു പാരായണം ജനം 10 ഓതി നരകുവാനും ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഒരു ടേസ്റ്റ് മധുരം, ഇതിന്റെ യഥാർത്ഥ ഫലം, ഇതിന്റെ ഫ്രൂട്ട് നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് അറിയില്ലല്ലോ. അറിയാത്ത ഒന്നിനെ കുറിച്ച് എത്ര ആൾ പറഞ്ഞിട്ട് കാര്യമില്ല. പഠിച്ചേ പറ്റൂ. അനുഭവിക്കണമെങ്കിൽ പഠിക്കണം. പഠിക്കുമ്പോൾ മനസ്സിലാവുമ്പോ അല്ലാഹുവിന്റെ ആത്മാവ് ഖുർആനിലൂടെ നമ്മളിലേക്ക് പ്രവഹിക്കും. നമ്മുടെ ഒരു ആത്മാവിന്റെ ആവശ്യം അല്ലാഹു ഓതിക്കുന്ന ആത്മാവ് അതിങ്ങനെ മങ്ങിക്കിടക്കുകയാണ്. അതിനെ ക്ലിയർ ചെയ്യാൻ, പ്രകാശിപ്പിക്കാൻ ഏറ്റവും നല്ലത് ഇസ്തിഗ്ഫാറും തൗബയുമായി ഖുർആനിലൂടെ രക്ഷിതാവിലേക്ക് കടക്കുകയാണ്. അതിനുള്ള വഴികൾ ഒരുപാട് തരത്തിൽ, ഒരുപാട് ചരിത്ര സംഭവങ്ങളുണ്ട്, ഒരുപാട് കഥകളിലൂടെ, ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കും. ഇത് പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും അങ്ങനെ വിജയിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വരിമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم ارض عن أبو بكر وعمر وعثمان وعلي حمزة والعباس حسن والحسين وعن بقية أصحاب رسول الله أجمعين. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ചെറുപാടുകളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും സുഹൃത്തുക്കളും ഭാര്യസന്താനങ്ങളും നാട്ടാരും മുഴുവൻ സത്യവിശ്വാസികളും മുൻകാല സത്യവിശ്വാസികൾ നീ പുറത്തുമാക്കി തന്നെ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മുന്നേ നിന്നിലെത്തിയ ആൾക്കാരുടെ ഖബറിടങ്ങളെ സ്വർഗ്ഗപൂങ്കാവനങ്ങളുള്ള പൂങ്കാവനങ്ങളാക്കി മാറ്റിവിടുന്ന തമ്പുരാനെ. നാഥാ, ഞങ്ങളിലുള്ള രോഗികളുടെ എല്ലാ തരത്തിലുള്ള രോഗങ്ങളും ശിഫാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, എല്ലാ കുറവുകളും നീ പരിഹരിച്ചു തരണേ തമ്പുരാനെ. സാമ്പത്തികമായും ശാരീരികമായുള്ള പ്രയാസങ്ങളെ നീ മാറ്റിത്തരണേ തമ്പുരാനെ. കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നീ മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലും ഉദ്യോഗങ്ങളിലും അതുപോലെ വ്യാപാരങ്ങളിലും ഇടപാടുകളിലും ഒക്കെ ഹൈറും ബർക്കത്തും അനുഗ്രഹിക്കണം തമ്പുരാനെ. ശുദ്ധമായ ഒരു മനസ്സോടുകൂടി നിന്നെ സമീപിക്കാൻ ഇസ്തിഗ്ഫാറും തൗബയുമായി പ്രാർത്ഥനാനിരതമായ മനസ്സുമായി ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങൾ ഈയിടെ മരണപ്പെട്ടു പോയ എല്ലാ ആളുകളുടെയും ഖബറിടങ്ങളെ സ്വർഗ്ഗ പൂങ്കാവനങ്ങളാക്കി മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അവരുടെ തെറ്റുകളെല്ലാം നീ പുറത്തുമാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ദുആ വസിയത്ത് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എല്ലാ പ്രശ്നങ്ങളും അറിയുന്നവൻ നീയാണ്. നാഥ, അവരുടെ എല്ലാ പ്രശ്നങ്ങളും ശാന്തവും സമാധാനപരമായി പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ആശ്വാസം പ്രദാനം ചെയ്യുന്ന തമ്പുരാനെ. ഈ ഖുർആൻ യഥാവിധി പഠിക്കാനും മനസ്സിലാക്കാനും മറ്റുള്ളവരിൽ എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥന തട്ടിക്കളയാതെ സ്വീകരിക്കണേ നാഥ. അതാ നിസ്സഹായരാണ്. മറ്റൊരു റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനില്ല. എന്തു വന്നാലും ഞങ്ങൾ നിസ്സഹായരാണെന്നുള്ളൊരു സംശയമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന തട്ടാതെ സ്വീകരിച്ച് ഉത്തരം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നരകശിക്ഷയിൽ നിന്ന് സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ തമ്പുരാനെ. സഖറാത്തുൽ മൗത്തിന്റെ വേദന നിങ്ങൾക്ക് ആശ്വാസപ്രദമാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ഖബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളായ ഖബറിടങ്ങളാക്കി മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മഹ്ശറിൽ നീ സഹായിക്കണേ തമ്പുരാനെ. നരകശിക്ഷയിൽ ഞങ്ങളെ മോചിപ്പിക്കുകയും ഫിർദൗസിൽ നിന്റെ ലിഖാഅ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.